പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫസ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അത് എന്നെ ഇങ്ങനെ എന്നോടിങ്ങനെ പറഞ്ഞു കാരണം വയാക്കോമിൽ ഹിന്ദി ഇറങ്ങി വയാക്കോമിൽ കുറേ പേര് സബ്ജക്ട്സ് അയക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട് നമ്മൾ അന്നേനതൊരു നമ്മളെന്താ ആലോചിക്കാതെ നമ്മുടെ ഇന്ന് മേടിച്ചു വരുന്നതിന് ഏതുണ്ടാക്കുന്നത് നമുക്ക് ആലോചിച്ചൂടെ ഒന്ന് ആലോചിക്കുന്നു ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഞാനത് തീർന്നു എന്ന് കരുതിയിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ മീൻസ് ഇതിനൊക്കെ സാധ്യതയുണ്ടോ ഇങ്ങനെയൊക്കെ പക്ഷേ സീരിയസ് ആയിട്ട് അതിനകത്തേക്ക് ഇറങ്ങിയത് അപ്പോഴാണ്. അപ്പം ഞാനിത് എൻ്റെ വീട്ടിൽ പ്രസൻറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് എല്ലാവരോടും പറഞ്ഞു അത് വേണോ ഉള്ള പേര് കളയണോ എന്ന് എന്നോട് ആദ്യം ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എഴുതി നോക്കാം, എഴുതിയിട്ട് നല്ല വിട്ടേക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചില ആശയങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്നും വേറെ ഒന്നും അവരോട് പറഞ്ഞില്ല. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അവർക്ക് 4 പേർക്കും 3 പേർക്കും ലിൻഡയ്ക്കും പിള്ളേർക്കും കൊടുത്തു. അത് ഇൻഡിവിജ്വലായിട്ട് ഞാൻ മെയിലിട്ടെടുത്ത് പറഞ്ഞു വായിച്ചിട്ട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. പക്ഷെ ഇവർ 3 പേരും വായിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇതൊരു നല്ല സിനിമയാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു കോൺഫിഡൻസ്. നല്ല സിനിമയാണ്, ഇത് തിയേറ്ററിക്കൽ എങ്ങനെ വരും, അതിൻ്റെ ബോക്സ് ഓഫീസ് എങ്ങനെ വരുമെന്നില്ല, ഇതൊരു നല്ല സിനിമയാണെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വന്നപ്പോഴാണ് ചെയ്തത്.